ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ, ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല. എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ്. അതൊന്നും മാതൃഭൂമിക്ക് ഞാൻ കൊടുത്ത ഇന്റർവ്യൂ. അതിലെ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നു. അതാണ് നല്ല പടം. ഒരു 17-18 ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ. അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പടം. ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും. സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ റിക്വസ്റ്റിംഗ് മീഡിയ ഫ്രണ്ട്സ് ടു കൈൻഡ്ലി വൈൻഡ് അപ്പ് വെരി ക്വിക്ലി. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ സാർ. ഒരു എല്ലാ പടങ്ങളിലും സാറിന്റെ പൊളിറ്റിക്സ് എല്ലാ തരത്തിലും സിനിമയിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന് ഭയങ്കര ഫാനാണ്. സാറിന്റെ പൊളിറ്റിക്സ് സാറ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാറിന്റെ വ്യക്തി ജീവിതത്തിൽ അധികാരികൾ സാറിന്റെ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ടോ? സെൻസറിങ് സിനിമയിൽ ബാധിക്കാറുണ്ടോ എന്തെങ്കിലും? ഇത്തരം റോ ആയിട്ട് സിനിമ എടുക്കുമ്പോൾ തന്നെ സെൻസർ എല്ലാ പടമുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ? സെൻസർഷിപ്പ് സിനിമയിൽ വേണം. கர்ணன் ஒரு நான் ஷூட் பண்ணதை விட ஒரு 75 தான் வெளியே வந்துச்சு. 70-30% கர்ணனில் ஐடியாலஜி, மை கேரக்டர்ஸ், சில ஷார்ட்ஸ் எல்லாம் போய் தான் வந்துச்சு. மாமன்னன் அதே மாதிரி தான். பட் வாழையில் அப்படி நடக்கல. வாழை மட்டும்தான் ஈஸியாக வெளியே வந்த ஒரு படம். சென்சார் ஆஃபீஸில் வெளியே வந்த படம். பட் பெரிய பெருமாள், கர்ணன், மாமன்னன் 3மே நிறைய சிக்கல், நிறைய காம்ப்ளிகேட்டடாக ஷார்ட்ஸ்லாம் மிஸ் பண்ணிட்டு தான் வெளியே கொண்டு வந்தேன். സാറിന്റെ എല്ലാ പടങ്ങളിലും ഒരു ബേസിക് കളർ ടോൺ ഫോളോ ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ മാമൻ എടുത്താലും ശരി, പരിയേരം പെരുമാൾ എടുത്താലും ശരി, എല്ലാത്തിനും ഒരു ബേസിക് ഇതിൽ പോലും ഒരു കളർ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഒരേപോലത്തെ ഫീൽ ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, ഒക്കേഷനിൽ ചെയ്യുന്നതാണോ, അത് ആക്സിഡന്റലി സംഭവിക്കുന്നതാണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാലറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളർ പാലറ്റ് ബോത്ത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് என்கிட்ட இருக்க ஒரு என்கிட்ட எது நான் நிஜம் நம்புறனோ அதை பிளாக் அண்ட் ஒயிட்ல யூஸ் பண்ண அதிகமாக விருப்பப்படுவேன். ஏன்னா அது எல்லாமே நாஸ்டாலஜிக்கலாக இருக்கனால அதை பிளாக் அண்ட் ஒயிட் அதிகமாக இருக்கும். ஏன்னா பிளாக் அண்ட் ஒயிட்ல எனக்கு ஒரு பெயின் கனெக்ட் உண்டு, ஒரு பெயின் கிராஸ் பண்ண முடியும். மற்ற கலர் பேலட் நான் பெருசாக அந்த கலர் பேலட் யோசிக்கிறது. பட் லைவாக இருக்கணும், அது ட்ரூலியாக இருக்கணும், சினிமாட்டிக் எக்ஸ்பீரியன்ஸை தாண்டி ஒரு லைவ் எக்ஸ்பீரியன்ஸ் கிரியேட் ஆகணும் அப்படின்னு பிளான் பண்ணி பண்ணுறது என்னோட கலர் பேலட் எல்லாமே. Thank you very much.